മണിക്കൂർ ചെയ്യാൻ നിങ്ങൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. എനിക്കും പട്ട് പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല പടം, അടിപൊളി. ഇത് വിവാദങ്ങളിൽ പെടുത്തരുത്, ദയവ് ചെയ്ത് നെഗറ്റീവ് അടിക്കരുത്. ഇത് ദയവ് ചെയ്ത് ആറാട്ടണ്ണനൊന്ന് കാണുക, ഫിഗർ ഔട്ടായ ആറാട്ടണ്ണനൊന്ന് കാണുക. ആറാട്ടണ്ണനെ ഉൾപ്പെടുത്തിയ ഒരു പടമാണ്. ദയവ് ചെയ്ത് ഒരു കമ്പാക്ക് അയാൾ കൂടെ കിട്ടട്ടെ. ഇത് കണ്ടിട്ട് ഫുൾ ഭ്രാന്ത്. എനിക്ക് വട്ടായി, സത്യം പറഞ്ഞാൽ ഇത് 100% വട്ടന്മാരുടെ പടമാണ്. കൂടിയുള്ള അഴിഞ്ഞാട്ടം രണ്ടുപേരും കൂടി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി പടം. അത് പഴയ റീസ്കാപ്പിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാൽ അടിപൊളിക്ക് പോകുമ്പോ അവരുടെ ഓരോ സീക്വൻസും പിന്നെ ആ വണ്ടികളൊക്കെ കാണിക്കുന്നതും എല്ലാം കൊണ്ടും പിന്നെ സ്റ്റണ്ട് സീനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് വൻ പൊളിയാണ്. രക്ഷയില്ല. മൊത്തത്തിൽ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിരിച്ചു പറഞ്ഞിറങ്ങി വരാൻ പറ്റിയ സംഭവമുണ്ട്. ചിരിച്ചും സ്റ്റണ്ട് സീനൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ചിരി മാത്രമല്ല, ആ സെന്റി സീൻസും എല്ലാ സീൻസും കൊണ്ടും എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വൻ പൊളിയാണ്. കാണുമ്പോഴും നമുക്ക് ബിയോണ്ട് ബാഡ് നമുക്കൊരു പീക്കത്ത് പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കൈയടിച്ച് ഒച്ചയുണ്ടായിട്ട് സൗണ്ട് വരപ്പോൾ പീക്കത്ത് ഇപ്പോൾ ഓഡിയൻസിനൊപ്പം കാണും. നിങ്ങളിപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് ഫാമിലി ഓഡിയൻസിനൊപ്പം കണ്ടിട്ട് പടം പോരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഓഡിയൻസിനൊപ്പം ഒച്ചപ്പാടുണ്ടാക്കി, ആ അലമ്പ് ഓഡിയൻസിനൊപ്പം ഒച്ചപ്പാടുണ്ടാക്കി ആർക്ക് വിളിച്ച് ഡാൻസ് കളിക്കണം, ആ മൈൻഡുള്ള ഓഡിയൻസിനൊപ്പം കണ്ടു കഴിഞ്ഞാൽ പടം 100% വേറെ ലെവൽ. ഇപ്പോൾ മലയാളത്തിൽ ഇതുപോലെ മാർക്കാനും ഗുഡ് ബാഡൊക്കെ സെറ്റപ്പിലും സിനിമ ഇറങ്ങിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇന്നത്തെ പടം ഇറങ്ങുന്നത്. വേറെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിൽ പടം ഇറങ്ങിയിട്ടില്ല. കാരണം മോഹൻലാൽ വേറെ ലെവൽ. മോഹൻലാൽ വന്നതിനെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ വേറെ ലെവലായി മാറി. സൗണ്ട് ഒക്കെ പോയി. കാരണം ഇത് ലൈക്ക് നമ്മൾ ഒരു ഗാനമേളയ്ക്ക് ഒന്ന് ഡാൻസ് കളിക്കാൻ പോലെ വൈബായിരുന്നു തിയേറ്ററിനകത്ത്. 3 മണിക്കൂർ എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുത്തോ 110% ഗൂസ് ബംസ് എവരി മൊമെന്റ് ലൈക്ക് ഐ ഡോണ്ട് നോ എന്ത് ചെയ്യണം. ഇതിന് മേലെ സിനിമ ചെയ്യാൻ പറ്റില്ല. ഇത് അൾട്ടിമേറ്റ് ആണ്. ഇതിക്ക് മേലെ ഒന്നുമില്ല. ഇത് അൾട്ടിമേറ്റ്. ഇതിനൊന്നും ചെയ്യാനില്ല. കാരണം അൾട്ടിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവൽ. ദിലീപ് ഇസ് ബാക്ക്. കാരണം 8-8 വർഷമായിട്ട് ദിലീപ് നല്ല ഹിറ്റൊന്നുമില്ലായിരുന്നു. നല്ല സിനിമയൊന്നും ഇല്ലായിരുന്നു. രാമലീലയ്ക്ക് ശേഷം ഒരു വമ്പൻ ഹിറ്റ്, വമ്പൻ കമ്പാക്ക് എന്ന് പറയാൻ പറ്റും. വമ്പൻ കമ്പാക്കാണ്. ഇതൊരു മാസ് പടം ഇറങ്ങിയിട്ട് ബാന്ദ്ര ഇറങ്ങിയായിരുന്നു. ബാന്ദ്ര പോയായിരുന്നു. പിന്നെ ഒരു നല്ലൊരു സിനിമ, ഒരു കമ്പാക്ക് സെറ്റപ്പിൽ പറയാൻ പറ്റും. അബ്സല്യൂട്ട്ലി നമ്മൾ പണ്ടത്തെ ദിലീപേട്ടനെ ഓർമ്മിക്കാൻ പാകത്തിന് പല തീംസും ഉണ്ട്. പണ്ടത്തെ സിനിമയെ പറ്റി കമ്പയർ ചെയ്യുന്നത് ഞാനൊന്നും പറയുന്നില്ല. പല തീംസും ഉണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് എൻജോയ് ചെയ്യണം. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ഞാൻ എൻജോയ് വിട്ടു. ഇപ്പോൾ യൂത്തിലൂടെ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് എല്ലാം വേണം. ചിരിക്കണമെങ്കിൽ ടിക്കറ്റ് എടുത്തോ, ചിരിക്കാൻ പറ്റും. ചിരിച്ച് കൈയടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. 100% ഷുവർ. പടം വേറെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇതിക്ക് മേലൊന്നുമില്ല. പീക്കാണ്, പീക്ക്. ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. ആ പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. പൊളി. ദിലീപേട്ടൻ ഇപ്പം അടുത്തിറങ്ങാത്ത ഏറ്റവും നല്ല അടിപൊളി സിനിമ. പേരടിക്കണു. അതൊരു അല്ലു അർജുൻ 150 പേരടിക്കണു. അപ്പം ദിലീപ് ഒരു 50 പേരെങ്കിലും അടിക്കട്ടെ. അതുപോലെ സംഭവം പൊളിച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ള പടം, നല്ല രസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലോജിക്ക് കഥയൊന്നും ചോദിക്കരുത്. ഒരു എന്റർടൈൻമെന്റ്. അല്ല, ഇതിന്റെ സിനിമ ലാസ്റ്റ് പറയുന്ന പോലെ തന്നെ OG അഴിഞ്ഞാട്ടം തന്നെ പറയാൻ പറ്റുമോ? അഴിഞ്ഞാട്ടം തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. സംഭവം പൊളിച്ചേക്കാണ്. ഈ അഴിഞ്ഞാട്ടത്തിന് ആ രീതിയിലുള്ള അഴിഞ്ഞാട്ടമാണ്. തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ആഘോഷിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ബോറൻ സീനുകളൊന്നുമില്ല. ഒരു എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അടിപൊളിയായിരുന്നു. ഒരു തിയേറ്ററിൽ ആഘോഷിച്ച് നമുക്ക് അർമാദിച്ചിറങ്ങാൻ പറ്റിയൊരു. തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ. പിന്നെ അത് കുറേ പേരുണ്ടല്ലോ, നമ്മൾ മലയാളത്തിലും തമിഴിലും കണ്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ തിയേറ്ററിൽ ആ ഒരു ദിലീപേൻ്റെ ഉള്ള പ്രസൻസ് എത്രത്തോളം നമുക്ക് ഭയങ്കര വർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഉറപ്പായിട്ട് ആഘോഷിക്കാം. തീർച്ചയായിട്ടും അടിപൊളിയാണ്. മാസ് എന്ന് പറഞ്ഞാൽ ഗംഭീര മാസ്. ഒന്നും പ്രഡിക്ഷൻ ചെയ്തിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകണ പോലെയല്ല. മാസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ, നമ്മൾ ഒരിക്കലും ഒട്ടും ഇതാക്കാത്ത ഗില്ലി ബാല എന്ന ടീമിനെ അവർ ചെയ്യുന്നത്. ആ ഒരു സാധനമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള സാധനം. ഇത് ഇൻഡസ്ട്രി മൊത്തം തോക്കണ പടമാണ്. ധൈര്യമായിട്ടിരുന്നോ. ഒരു കോടി ക്ലബിൽ കയറുന്ന ഒരു പടം. അഴിഞ്ഞാടൻ അതൊക്കെ പറഞ്ഞ മാസ്. ഒരു സാധനമില്ല, വേറെ ഒന്നും നോക്കേണ്ടത്. അഴിഞ്ഞാട്ടം മാത്രമേ ഉള്ളൂ. പാട്ടൊക്കെ സൂപ്പർ ഹിറ്റുകൾ. കണ്ടിട്ടില്ല മലയാളത്തിലെ. അതിലില്ല, അതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.
പിന്നെ സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ആ ബ്രേക്ക് അത് നല്ല ക്രൗഡിനെ വരുന്നുണ്ട നന്നായിട്ട് വർക്കാവും. അത്ര ഇപ്പൊ ചത്ത ക്രൗഡിനെ പോകണ്ട വർക്കാവുന്നില്ല. നല്ല ക്രൗഡിനെ പോകണ്ട നന്നായിട്ട് വർക്കാവും. നന്നായിട്ടുണ്ടായിരുന്നു. അതെന്നെ പറയാം, നന്നായിട്ടുണ്ടായിരുന്നു. നൈസായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെങ്കിലും അത് തിയേറ്ററിൽ തന്നെ കാണാം. കുറേ മൂവീസിൻ്റെ റെഫറൻസസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മണിച്ചേട്ടൻ്റെ പാട്ടുകളിലോടുള്ള ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് തിയേറ്ററിൽ മിസ്സാക്കരുത്. മോഹൻലാലിൻ്റെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അത് വെറുതെ സ്പോയിലർ ആവും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാം. ഗൂസ്ബംസ് ഉണ്ടാവില്ല. അതുണ്ടാകും. അത് നമ്മളിപ്പോൾ പറയുന്നത് അത് സിനിമ കാണുമ്പോൾ തന്നെ എൻജോയ് ചെയ്യണം. നമ്മളിപ്പോൾ പറഞ്ഞത് സ്പോയിലറായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ KSRTC നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഇഷ്ടപ്പെടാത്ത സംഭവം. ഈ സിനിമ വന്ന് പ്ലേസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ രണ്ട് താരങ്ങൾ വരുന്നുണ്ട്. ലാൽസാർ വരുന്നുണ്ട്, ദിലീപേട്ടൻ വരുന്നുണ്ട്. ഈ പോകുമ്പോൾ 2-3 വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഈ പത്മനാഭം വേണ്ടത്. അതാണ് ഭയഭക്തി. അതിനുള്ളത് മൊത്തം തന്നിട്ടുണ്ട്. ധനഞ്ജയ് തന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും മോഹൻലാലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് തന്നിട്ടുണ്ട്. അത് തന്നെ ഇതിനെക്കുറിച്ച് എന്താ പറയുക, അത്രയും നല്ല സിനിമയാണ്. എല്ലാവരും പോയി കാണണം. ഞാൻ പറയാം തിയേറ്ററിൽ തന്നെ കാണണം. ഇതിപ്പം OTT കാലമായിട്ടാണ് പെട്ടെന്ന് സിനിമകൾ വരും. പക്ഷേ തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. നമ്മളിതിനെ ലോജിക്ക് ഒരു സിനിമ കാണുമ്പോൾ നമ്മളിതിനെ ലോജിക്ക് ചിന്തിക്കുന്നത്. നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് നമ്മളിതൊക്കെ ചിന്തിക്കണ്ടല്ലോ. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് സിനിമ കാണുന്നത് ഞാൻ ഹാപ്പി ആയിരിക്കാനും വേണ്ടിയിട്ടാണ്. വളരെ ഹാപ്പി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽ അവിടെ നിന്ന് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതിനകത്തൊരു ലോജിക്ക് 100%, 120% കിട്ടും. പിന്നെന്തിനാ ടെൻഷൻ? എല്ലാവർക്കും ഫാമിലിയായിട്ടോ കുട്ടികളെയൊക്കെ വരെ കൊണ്ടുപോകാം. ഒരു വൃത്തികെട്ട വാക്കൊന്നുമില്ലല്ലോ. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർക്കും കാണാം. നല്ല സിനിമയാണ്. എല്ലാവരും പോയി കാണാനായിട്ട് ഞാൻ പറയാം. ചോദ്യമില്ല. അതാണ് ആദ്യം എഴുതി കാണുന്നത് നോൺ ലോജിക്. കാരണം അത്രയ്ക്ക് ദിലീപിൻ്റെ വേറിട്ടൊരു പെർഫോമൻസ് ഇല്ല. ഇതുവരെ നമ്മൾ കാണാത്തൊരു പെർഫോമൻസ് ആണ് ഇതിൽ കണ്ടതും. അതുപോലെ തന്നെ മോഹൻലാൽ വരുന്ന ഓരോ സീനും വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലൈമാക്സും ശരിക്കും മോഹൻലാൽ പടം കൊണ്ടുപോയെന്ന് വിചാരിച്ചു. കാരണം അത്രയും മോഹൻലാലിന് ഫാൻസിന് തൃപ്തിപ്പെടുത്തി മാക്സിമം നല്ല അടിപൊളി പെർഫോമൻസാണ് മോഹൻലാൽ കിട്ടിയത്. മോഹൻലാൽ ഫാൻസ് എനിക്ക് വന്നൊരു 3 തവണയെങ്കിലും മിനിമം ഈ പടമാണ്. പിന്നെ സിനിമ ബഹിഷ്കരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്ന് ബഹിഷ്കരിക്കലാണ് അവർ. കാരണം എന്ന് പറഞ്ഞാൽ പടം നല്ലതാണെങ്കിൽ ആരും കാണും. ഈ വർഷമല്ല അടുത്ത വർഷം വരെ തൂക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ തൂക്കും. ദിലീപേട്ടൻ്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ്. അത് ലാലേട്ടൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. പൊളി എന്ന് പറഞ്ഞാൽ 1 പൊളി.